എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മൈദ കൊണ്ടുള്ള പാൽപത്തിരിയുടെയും ഗോതമ്പ് കൊണ്ടുള്ള പൊരിച്ച പത്തിരിയുടെയും റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റംസാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പൊരിച്ച പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് വെള്ളം ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതേപോലെ സ്പാച്ചില ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവൊക്കെ വെള്ളത്തിൽ നന്നായി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതേപോലെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ പാനിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഉള്ളിലുള്ള ചൂടൊക്കെ ഒന്ന് പോകട്ടെ. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടും. അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിമാവും കൂടി വിതറി കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ്. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ അത്രത്തോളം വലിപ്പത്തിലുള്ള എന്തെങ്കിലും അടപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതേപോലെ അധികമുള്ള മാവെല്ലാം അങ്ങ് മാറ്റിയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അധികമുള്ള മാവിനെയൊക്കെ വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ പരത്തി കൊടുത്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എന്തായാലും ബാലൻസ് ഉള്ള മാവും ഞാൻ അതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ 1 കപ്പ് മാവിൽ നിന്ന് ഇത്രത്തോളം പത്തിരി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും കോരി മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു 3-4 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സൈഡ് നന്നായി കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും മറു സൈഡ് ഇതേപോലെ നല്ല കളറായി കിട്ടുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചെറിയുള്ളിയും ജീരകവും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ടാണല്ലോ ഈ പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് കൊണ്ടും കൂടി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. പറ്റിയ ഒരു ഐറ്റമാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിക്കോളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ. അടുത്തത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ മൈദ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പാൽപ്പത്തിരിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
ഇത് ഈ രീതിയിൽ അരച്ചിട്ട് നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു തവി കോരി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഫ്ലെയിം സിമ്മിലാക്കി കിടക്കുമ്പോഴേക്കും ഇത് നന്നായി വെന്ത് കിട്ടും. മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം മൂടി വയ്ക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിവശം കരിഞ്ഞു പോകും. വീണ്ടും അടുത്തത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അത് അടുത്തത് നന്നായി പരുവായി കിട്ടിയിട്ടുണ്ട്. ഇതും ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇത് ചട്ടിയുടെ അടിയിൽ പിടിക്കുമെന്ന് ഒട്ടും പേടി വേണ്ട, ഒട്ടും അടിയിൽ പിടിക്കുകയൊന്നുമില്ല. എന്തെങ്കിലും ഒരു ബാലൻസ് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ ഇത് അടിവശം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചുട്ടെടുത്തതെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ചധികം ചേർത്ത് കൊടുക്കണം. നല്ല മധുരം ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാര ഇതുപോലെ നന്നായി അലിയിച്ചതിന് ശേഷം പത്തിരിയിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിൽ കിടന്നത് നന്നായി ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കുതിർത്തെടുക്കുമ്പോൾ സൂപ്പർ സോഫ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അരി ഉഴുന്നൊന്നും അരയ്ക്കാത്ത സമയത്ത് വീട്ടിൽ മൈദയുള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് കണ്ടില്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതേപോലെ തേങ്ങാപ്പാലിൽ കുതിർത്തിയെടുത്ത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള പാൽപത്തിരി തയ്യാറായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.